ഗായ്സ് ഞാനും മിക്കൂസ് എവിടെയാണെന്നറിയാം. നമ്മളെവിടെയാ മിക്കു? പാടത്തല്ല, പോത്തിന്റെ എവിടെതാ. നമ്മുടെ പോത്തുക്കുട്ടന്മാര് എന്താ തിന്നുന്നത്? പുല്ല്. അപ്പൊ നമ്മുടെ പോത്തപ്പന്മാര് പുല്ല് തിന്നുന്നുണ്ട് കേട്ടാ. അവിടെ ഒരു വീട്ടിൽ ബോളുണ്ട്. മിക്കൂസിന് ബോൾ കളിക്കാൻ വേണം പറയാണ്. പക്ഷെ മിക്കൂസിന് അതുപോലത്തെ ബോൾ കുറേ എണ്ണം വീട്ടിലുണ്ട്. ഇല്ല മിക്കു, നമ്മൾ വീട്ടിൽ പോയിട്ട് എടുത്ത് കളിക്കാലേതാ. ഒരാൾ മേഞ്ഞ് ഇവിടെ എത്തിയിട്ടാ. അപ്പോൾ നമുക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. കണ്ടോ ഫ്രണ്ട്സ്, നമ്മുടെ പോത്തുകൾ ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. ഒരാൾ അവിടെ നിന്ന് മേയുന്നുണ്ട്, ബാക്കി രണ്ടാളും അവിടെ നിന്ന് മേയുന്നുണ്ട് കേട്ടോ. പശുക്കളിനെ നമ്മൾ ഫ്രണ്ടിലുള്ള ഒരു പറമ്പിലാണ് കെട്ടിയിട്ടിട്ടുള്ളത്. അപ്പോൾ അവരിനതപ്പോൾ അപ്പു അഴിച്ച് തൊഴുത്തി കൊണ്ട് കെട്ടാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പോത്തുക്കുട്ടന്മാരെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ തൊടിയിൽ നിറയെ മേയാനുണ്ട് തോന്നുന്നു. അപ്പോൾ ഇവർ ഇവിടെ നിന്നിട്ട് എന്തൊക്കെയൊക്കെയോ കടിച്ച് പറിക്കുന്നുണ്ട്. ആ ഗുണ്ടൻ പോത്ത് വേണ്ട, അവൻ അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഇവർ ആ സൈഡ് കൂടെ ചിലപ്പോൾ പാടത്തിലോട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇവിടെ ഒരുത്തൻ വള്ളിയും പുല്ലൊക്കെ പറിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും മിക്കൂസും അതൊക്കെ നോക്കി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വേണ്ട, ഹേയ്, പൂവൊക്കെ കഴിക്കുന്നുണ്ട് അവൻ. ഞാനും മിക്കൂസും പോത്തിനെ നോക്കിയിട്ട് നിൽക്കല്ലേ. മിക്കു, ഈ പോത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്ക്. എന്താ പോത്തിൻ്റെ പേര്? പോത്തുഗുണ്ടൻ. അവന് ഗുണ്ടൻ പോത്തിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് അവൻ ഗുണ്ടൻ പോത്ത് പറയുന്നത് അല്ലേ. എന്ത്? ഡാഡ എവിടെ ചോദിക്കാണ്. ഡാഡ പശുവിനെ അയച്ചിട്ട് തൊഴുത്തിൽ കെട്ടാൻ പോയി. അപ്പോൾ അവൻ വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ക്യാമറയിൽ അത്ര ക്ലിയർ ഇല്ല, ബാക്ക് ക്യാമറയിൽ കാണാം. അവൻ മേയുന്നത് വേണ്ട, മേയുന്നത് ഇതാ. ഇതിൻ്റെ അടിയിലുള്ള മുള്ളു ചെടിയും അതുപോലെ വള്ളിയൊക്കെയാണ് ഇവർ തിന്നുന്നത്. ഈ വള്ളിയിലുള്ള ഇലകളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കേട്ടോ അവർ കഴിക്കുന്നത്. കാരണം വേറെ ഒന്നും മേയാനില്ല, പുല്ലുകളൊന്നുമില്ല, ഒക്കെ ഉണങ്ങിയിട്ട് കണ്ട. ഇവിടെയാണ് അവർ മേയുക. അവിടെയൊക്കെ നോക്ക്, ഗ്രൗണ്ട് പോലെ ആയിട്ട് കിടക്കുന്നത് കണ്ട, പുല്ല് പോലും ഇല്ല. അങ്ങനെ ഫുൾ ഡ്രൈ ആയിട്ട് കിടക്കണം. അപ്പോൾ അവർക്ക് മേയാനില്ലാത്തതുകൊണ്ട് അവരിതിൻ്റെ ഉള്ളിലൊക്കെ തലയിട്ടിട്ട് മുള്ളും വള്ളിയും അതൊക്കെയാണ് തിന്നുന്നത് കേട്ടോ. എന്ത് തിന്നാലും വയറ് നിറഞ്ഞാൽ മതി, അങ്ങനെയല്ല. പുല്ലല്ലാണ്ട് വള്ളിപ്പുല്ലൊക്കെ തിന്നാലോ, വള്ളിപ്പുല്ല്. അതുപോലെ തന്നെ ഇതുപോലെ ഈ മുളൻ്റെ ഈ കുനിൻ്റെ ഇലയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ആ രണ്ടവന്മാർ അവിടെ നിന്ന് നിന്നവിടെ തന്നെ നിന്ന് മേയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മുടെ പശുക്കൾക്ക് ഇപ്പോൾ പുല്ലൊന്നും കിട്ടാതായിട്ടാണ്. കാരണം പശുവിന് നന്നായി പുല്ല് കൊടുത്താൽ നന്നായി പാല് കിട്ടും. പോവാം, മതി അത്രേ. പോയി കഴിഞ്ഞ് അവന്മാരില്ല, പാടത്തേക്ക് ഇറങ്ങും. അതുകൊണ്ടാണ് അപ്പു വരണവരെ ഇവിടെ കൂസും ഇവിടെ ഇരിക്കാൻ പോവാണ്. അപ്പു വരണവരെ നിന്നില്ലെങ്കിൽ അവന്മാർ ചിലപ്പോൾ പാടത്തോട്ട് ഇറങ്ങും കേട്ടോ. താഴത്തോട്ട് പോയാൽ പാടത്തോട്ട് ഇറങ്ങും. അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ കാണുന്ന വഴി കണ്ട, ആ വഴിയിൽ കൂടെ ഇവർ പോയിട്ടാണ് പാടത്തേക്കൊക്കെ ഇറങ്ങുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ നിൽക്കുന്നതിൻ്റെ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങിയാലും റോഡ് എത്തും കേട്ടോ. അതുകൊണ്ട് ഇവരെ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇവർ പാടത്തിലോട്ട് പോകും കേട്ടോ. പാടത്ത് പറഞ്ഞാൽ ഫുൾ പഞ്ചായതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. മിക്കൂസിന് നിന്ന് ബോറടിക്കാൻ തുടങ്ങി. പക്ഷെ ഇവിടെ നിന്ന് എനിക്ക് മിക്കുവിനെ വീട്ടിൽ കൊണ്ടാക്കാനും പറ്റില്ലേ. കൊണ്ടാക്കി കഴിഞ്ഞാൽ മിക്കു നിൽക്കൂല. അവിടെ പോയി കഴിഞ്ഞാൽ അമ്മേനെ കാണണം പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതാ തൊഴുത്തിൽ പശുവിനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഇതാ കാണുന്നുണ്ട്, അതാണ് നമ്മുടെ തൊഴുത്ത് കേട്ടോ. തൊഴുത്തിൻ്റെ ഇവിടെ നമ്മുടെ പശുക്കളിനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഹായ് കൂട്ടുകാരെ, അപ്പം ഞാനും മിക്കൂസും ഒരു ഫൈറ്റ് കഴിഞ്ഞു അല്ലേ. മിക്കു അങ്ങനെ മാമനെ തല്ലിയത്. മിക്കുവിൻ്റെ മുടിയിലൊക്കെ പിടിച്ച് വലിച്ച് വേണ്ട ഗായ്സ് തന്നെ വരുന്നു. അത് കാരണം മുന്നു മുതലേ അങ്ങനെ പറഞ്ഞ ശീലമായതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് അത് വരെ ശരിയാവും. നോക്കുക, അവൻ തിന്നണ നോക്ക്. നോക്ക്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. ഇതാ പോത്തപ്പന്മാരൊക്കെ മേഞ്ഞ് നമ്മൾ ആട്ടിക്കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാര്യം മിക്കുവിനെയും വെച്ചിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ഇവർ തീറ്റ കൊടുത്ത് ഇവരെ കെട്ടിയിടും കേട്ടോ. അപ്പു അവിടെ ഉണ്ട്. അപ്പോഴേക്കും ഞാൻ ആട്ടിയിട്ട് പോകുമ്പോഴേക്കും അപ്പു വരും കേട്ടോ. ഗൈസ് ഫ്രണ്ട്സ്, അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.